സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ നമുക്കിന്ന് ഡി എക്സ് വൈയിലെ ഓവറോൾ വ്യൂ എന്താണെന്നുള്ളത് നോക്കാം. ഈ ഒരു വീക്കിലേക്കുള്ള എന്താണ് ഡി എക്സ് വൈയിൽ ശരിക്കും സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീക്ക്ലി ടൈം ഫ്രെയിം മുതലൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഡ്രോയിങ്സ് ഒരുപാട് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്, നമുക്കത് തൽക്കാലത്തേക്കൊന്ന് റിമൂവ് ചെയ്യാം. ദെൻ നമ്മൾ നോക്കുമ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഡി എക്സ് വൈയിൽ ഒരു കണ്ടിന്യൂസ് ബുള്ളിഷ് റണ്ണ് മാർക്കറ്റിൽ നടക്കുന്നത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. സോ നോക്കുമ്പോൾ ഇവിടെ വരെ മാർക്കറ്റ് താഴേക്ക് വന്നു. ഈ ഒരു ലിക്വിഡിറ്റീനെ എടുത്തതിന് ശേഷം എന്ത് ചെയ്തു, ഇതൊരു ഓർഡർ ബ്ലോക്ക് കൂടിയാണ്. അവിടുന്ന് എടുത്തതിന് ശേഷം മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റൊക്കെ തന്ന് നല്ല രീതിയിൽ അപ്സൈഡ് പുള്ള് ചെയ്യുന്നുണ്ട് അല്ലേ. മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡിലേക്ക് പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ദെൻ ഒന്ന് ഡൗൺ വന്ന് ഒരു ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്തിട്ടുണ്ട്. ഒരു വീക്കിലി ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോയി താഴേക്ക് വന്നിട്ട് കറൻ്റ്ലി ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ. ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ, ഈ ഒരു വീക്കിലി ഓർഡർ ബ്ലോക്കിനെ സപ്പോർട്ട് ചെയ്ത് മാർക്കറ്റ് നിൽക്കുകയാണ്. സോ ആ ഒരു വീക്കിലി ഓർഡർ ബ്ലോക്കിനെയാണ് ഞാൻ ഇവിടെ ഒരു റെഡ് ബോർഡർ ഉള്ളൊരു റെക്റ്റാങ്കിൾ വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റ് തന്നെയാണ് ഡി എക്സ് വൈയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഫണ്ടമെൻ്റലി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡി എക്സ് വൈക്ക് മുകളിലേക്ക് പോകാനുള്ള റീസൺസ് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന എന്താ, മാർക്കറ്റ് ഇത്രയും ബുള്ളിഷ് വന്നിരുന്നു. സോ ഈ റെക്റ്റാങ്കിൾ, റെഡ് ബോർഡറുള്ള റെക്റ്റാങ്കിൾ എന്താണ്, വീക്ക്ലി ഓർഡർ ബ്ലോക്കാണ് അല്ലേ. സോ ആ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ മിഡ് ലൈൻ വരെ മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. സോ പി ഡബ്ല്യുയിൽ നോക്കണ്ട, അത് ഞാൻ കഴിഞ്ഞ വീക്ക് മാർക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. ഓക്കെ, സോ എനിവേസ് മാർക്കറ്റ് ഇത്രയും മുകളിലേക്ക് പോയിട്ട് ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് ഒരു റീട്രേസ്മെൻറ്റ് വന്നിട്ട് എഗെയിൻ മാർക്കറ്റ് മുകളിലേക്കൊരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട് അല്ലേ. സോ ഇവിടുന്ന് ഇവിടെ വരെ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡാണ് കാണിച്ചത് അല്ലെ, ഒരു ബെയറിഷ് മൊമെൻ്റാണ് കാണിച്ചത്. സോ ഇവിടുന്ന് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു, മാർക്കറ്റ് അതിന് ശേഷം താഴേക്ക് തന്നെ പോയി, താഴേക്ക് പോയതിന് ശേഷം ഇവിടെ വരെ വന്നു അല്ലേ. ഇവിടെ വരെ വന്നതിന് ശേഷം എന്താ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്, മാർക്കറ്റ് എഗെയിൻ ഇവിടെ ഉണ്ടായിരുന്ന ലിക്വിഡിറ്റീനെയും ടേക്ക് ഔട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്. സോ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന് ശേഷം നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റുന്ന എന്താ, ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഇവിടെ ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന് ശേഷം ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ഫെയർ വാല്യൂ ഗ്യാപ്പിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു ഓർഡർ ബ്ലോക്ക് ഓൾസോ ഫോം ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഓർഡർ ബ്ലോക്കും അതിൻ്റെ കൂടെ തന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി അലൈൻ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ബൈ ഏരിയ ആയിരിക്കും. പ്രോബബ്ലി ഒരു ബൈ ഏരിയ ആയിരിക്കും, നല്ലൊരു ബൈ ഏരിയ ആയിരിക്കും. കാരണം ഇവിടെ ഓൾറെഡി ഒരു MSS കിട്ടി, അതിൻ്റെ കൂടെ ഒരു ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്തിട്ടുണ്ട്, ആൻഡ് ഓൾസോ അതിൻ്റെ കൂടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓൾസോ ഫോം ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒരു ഹൈ പ്രോബബിലിറ്റി ബൈ ആവാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ വാച്ച് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഓൾസോ, ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഓൾസോ നമ്മൾ വാച്ച് ചെയ്യണം. സോ എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം, മാർക്കറ്റ് ഇവിടെ വരെ മുകളിലേക്ക് വന്നു, അതിനുശേഷം താഴേക്ക് വന്നിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ റീബാലൻസ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി താഴേക്ക് വന്നിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോയിട്ട് എവിടെ വരെ പോകാം, നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എല്ലാം ഓൾഡ് ഹൈസ് അല്ലേ, ടേക്ക് ഔട്ട് ചെയ്യാത്ത ഓൾഡ് ഹൈസ് കിടപ്പുണ്ട്. സോ ഇതിനെയൊക്കെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പോകും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും അല്ലേ. സോ അത് കഴിഞ്ഞ് കുറച്ചുകൂടി സൂമിൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഒരു ബെയറിഷ്, ഇവിടെ അത്രയും മാർക്കറ്റ് ബെയറിഷ് മൊമെൻ്റ് ആയിരുന്നല്ലോ. സോ ഈ ടൈമിൽ ഇവിടെ ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് അഗെയിൻ താഴേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. സോ ഞാൻ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കൂടി വാച്ച് ചെയ്യുന്നുണ്ട്. എന്തിനാണ്, സോ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ എബോവ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതും ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിൻ്റെ ഇൻഡിക്കേഷനാണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ബോർഡർ വരുന്ന റെക്റ്റാങ്കിൾ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ 50% ഓൾസോ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്
മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴും അതിൻ്റെ 50% വാല്യൂ ആ ഒരു ലെവൽ ഓൾസോ മാർക്ക് ചെയ്യണം. കാരണം അത് എപ്പോഴും ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാണാൻ വേണ്ടി കഴിയും. സോ നമുക്കിവിടെ നോക്കുമ്പോൾ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ഞാൻ മാർക്ക് ചെയ്തു, അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് താഴേക്ക് പോയി. ദെൻ എഗെയിൻ നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്, ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് എബോവ് ആയിട്ട് മാർക്കറ്റ് ക്ലോസിങ് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഓക്കെ, ദെൻ ഇവിടെ വന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് സംഭവിച്ചു, ഇവിടെ നിന്ന് താഴേക്ക് വരികയാണ്. താഴേക്ക് വന്നിട്ട് ഇപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ചെറുതായിട്ടൊന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറി ഇങ്ങനെ നിൽക്കുകയാണ്. സോ ഈ ഒരു വീക്കിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്ക് എന്ന് പറയുന്നത് NFP വീക്കാണ്, നോൺ ഫാം പേറോൾ എന്ന് പറയുന്ന ഒരു മേജർ ന്യൂസ് വരുന്ന വീക്കാണ്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രീവിയസ് വീഡിയോസിൽ ഓൾസോ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു മന്തിൻ്റെ തുടക്കമുള്ള ഫസ്റ്റ് വീക്കിനെ നമ്മൾ NFP വീക്ക് എന്ന് പറയും. കാരണം NFP എന്ന് പറയുന്ന നോൺ ഫാം പേറോൾ എന്ന് പറയുന്ന ഒരു മേജർ ന്യൂസ് പബ്ലിഷ് ചെയ്യുന്ന ഒരു വീക്കാണ്. സോ ആ വീക്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ICT പ്രകാരം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ മാത്രം ട്രേഡ്സ് നോക്കുക. ഓക്കെ, തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേയ്സ് ട്രേഡ്സ് ഒഴിവാക്കുക. റീസൺ, തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ ആണ് ഈ NFP ന്യൂസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര വോളറ്റിലിറ്റി ആയിരിക്കും മാർക്കറ്റിൽ, ഭയങ്കര മാനിപ്പുലേഷൻ ആയിരിക്കും സംഭവിക്കുക. സോ ഒരുപാട് പേരുടെ എന്താ പറയുക, ക്യാപിറ്റൽ വാഷ് ഔട്ടായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ മാത്രം ട്രേഡ്സ് ഫോക്കസ് ചെയ്യാം. ഇതിൽ തന്നെ മൺഡേ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടുവാണ്, ഒരു ട്രെൻഡിങ് ഡേ ആണെന്നുണ്ടെങ്കിൽ ട്യൂസ്ഡേ വെനസ്ഡേ ഓൾസോ ട്രേഡ്സ് ഒഴിവാക്കുക. അതല്ല മൺഡേ ചോപ്പി ആയിട്ട് ട്യൂസ്ഡേ ആയിരിക്കും മേ ബി നമുക്കൊരു ട്രേഡ് കിട്ടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്യൂസ്ഡേ നമ്മൾ ആ ട്രേഡ്സ് എടുത്തിട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ഒഴിവാക്കുക. അതുമല്ല മൺഡേ ട്യൂസ്ഡേ ചോപ്പി ആയിരുന്നു മാർക്കറ്റ്, ദെൻ വെനസ്ഡേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെനസ്ഡേ പ്രോബബ്ലി ഒരു എന്താ പറയുക, ഒരു നല്ല മൂവ്മെൻ്റ് ഉള്ളൊരു ട്രെൻഡി ആയിട്ടുള്ളൊരു ദിവസം നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ പ്രീവിയസ് ഡേറ്റ എടുത്ത് നോക്കിയാൽ മതി, എല്ലാ മന്തിൻ്റെയും ഫസ്റ്റ് വീക്ക് പ്രീവിയസ് ഡേറ്റാസ് എടുത്ത് നോക്കിയാൽ മതി. സോ അപ്പോൾ മൺഡേ ട്യൂസ്ഡേ ചോപ്പി ആണെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി വെനസ്ഡേ എന്ന് പറയുന്ന ഒരു ട്രെൻഡിങ് ഡേ ആയിരിക്കും. സോ ആ കേസിൽ എന്ത് ചെയ്യാം, ആ വെനസ്ഡേയിൽ മാത്രം ഒരു ട്രേഡ് എടുത്തതിന് ശേഷം തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ ഒഴിവാക്കുക, ട്രേഡ്സ് ഒഴിവാക്കുക. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് എബോവ് മാർക്കറ്റ് ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. പ്ലസ് ഇവിടെ ആയിട്ടൊരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഒരു ഓർഡർ ബ്ലോക്കും ഫോം ചെയ്തിട്ടുണ്ട്. സോ മാർക്കറ്റ് എന്ത് ചെയ്യാം, താഴേക്ക് വന്ന് ഈ ഒരു ലെവലിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഇവിടെയുള്ള ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റീസിനെ എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇവിടെയുള്ള ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റീനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് അങ്ങോട്ടേക്ക് പോകണം, ഇവിടുന്ന് നേരെ ഈ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് പോകണം. ഇതിപ്പോൾ ഒരു ഹൈ ആയില്ലേ, ഇതൊരു സ്വിങ് ഹൈ ആയിട്ടുണ്ടല്ലോ. സോ ഈ ഒരു സ്വിങ് ഹൈ, ഈ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് പോകണം. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ ഒരു 4 അവറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ കാണാൻ പറ്റുന്ന, 4 അവറും ഡെയിലി ടൈം ഫ്രെയിമിലെ ട്രെൻഡും അലൈൻ ചെയ്യുന്നുണ്ട്. അത് മേജർ ഒരു പോയിൻ്റാണ്. എപ്പോഴും 4 അവറും ഡെയിലി ടൈം ഫ്രെയിമിലെ ട്രെൻഡും അലൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഒരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ, ബെയറിഷ് ഓർ ബുള്ളിഷ് ട്രേഡ് എടുക്കുന്നതിന് മുന്നേ അത് ഉറപ്പ് വരുത്താം. ഓക്കെ, കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ബുള്ളിഷ് എൻട്രിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെയിലി ട്രെൻഡ് ബുള്ളിഷ് ആയിരിക്കണം. പ്ലസ് 4 അവറിൽ ആ ട്രേഡ് എടുക്കുന്ന ടൈമിൽ, ബുള്ളിഷ് ട്രേഡ് എടുക്കുന്ന ടൈമിൽ 4 അവറിലെ ട്രെൻഡ് ഓൾസോ ബുള്ളിഷ് ആയിരിക്കണം. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 4 അവറിലെ ട്രെൻഡും ബുള്ളിഷാണ്, ഡെയിലി ടൈം ഫ്രെയിമിലെ ട്രെൻഡും ബുള്ളിഷാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു സ്മാർട്ട് മണി ഡൈവേർജൻസ് വല്ലതും ഫോം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. സോ നമുക്ക് നോക്കുമ്പോൾ യൂറോ USD ആയിട്ട് നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു SMT ഒന്നും ഫോം ചെയ്തതായിട്ട് കാണാൻ വേണ്ടി നമുക്ക് കഴിയുന്നില്ല അല്ലേ. സോ ഓക്കെ, എനിവേയ്സ് നമ്മൾ ഈ ഒരു ലെവലിലേക്കാണ് മാർക്കറ്റ് വന്നിട്ട് ബുള്ളിഷ് ആകും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളൊരു ബുള്ളിഷ് എൻട്രി എടുക്കുകയല്ല. ഈ 4 അവറിൽ നിന്ന് നമ്മൾ അഗെയിൻ 1 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. 1 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് നമുക്കൊരു ഷിഫ്റ്റ് തരണം. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് മാർക്കറ്റ് ഒരു 1 അവറിൽ ഒരു ഷിഫ്റ്റ് തന്നു കഴിയുമ്പോൾ നമുക്ക് ഉറപ്പ് വരുത്താം, ഓക്കെ
മാർക്കറ്റിലിപ്പോൾ 3 ടൈം ഫ്രെയിമിൽ, അതായത് ഡെയിലി ടൈം ഫ്രെയിമിലത് 4 അവർ ടൈം ഫ്രെയിമിലതും ആൻഡ് 1 അവർ ടൈം ഫ്രെയിമിലെ കൂടി ട്രെൻഡ് അലൈൻ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എടുക്കുന്ന ട്രേഡിന് ബുള്ളിഷ് ട്രേഡ് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലായിരിക്കും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ ഓൾസോ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അറിയാലോ, എക്സ്റ്റേണൽ സ്ട്രക്ചറും ഉണ്ട്, ഇൻറ്റേർണൽ സ്ട്രക്ചറും ഉണ്ട്. ഓക്കെ, സോ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. സോ മാർക്കറ്റ് ഇനിയിപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സൺഡേ ഓപ്പണിംഗ് എവിടെയാണ് അല്ലേ, സൺഡേ ഓപ്പണിങ്ങിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് പോവാണ്. സോ ഒരു ബുള്ളിഷ് വീക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ആ ഒരു വീക്കിൻ്റെ തുടക്കം മാർക്കറ്റ് ഒന്ന് താഴേക്ക് വരണം അല്ലേ, ഒരു അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ദെൻ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെയല്ലേ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഇതൊരു മാനിപ്പുലേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് എത്തിയതിന് ശേഷം മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. 50 മിനിറ്റിലൊക്കെ നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബുള്ളിഷ് എൻട്രിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, സോ ഇതാണ് DXYനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ DXYയിൽ നമ്മളങ്ങനെ ട്രേഡ്സ് എടുക്കില്ല. ഈ കണ്ട വ്യൂവിൻ്റെ നേരെ ഓപ്പോസിറ്റ് വ്യൂ ആയിരിക്കും നമ്മൾ യൂറോ USD. അതായത് ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഒക്കെ തരുവാണ്, 1 അവറിലൊക്കെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഒക്കെ തരുവാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഇതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് സിനേറിയോ ആയിരിക്കും യൂറോ USDയിൽ, GBP USDയിലും. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് യൂറോ USD ആണ് കറണ്ട് സിനേറിയോയിൽ. സോ ആ ഒരു യൂറോ USDയിൽ ഇതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് വ്യൂ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബെയറിഷ് ട്രേഡ് യൂറോ USDയിൽ നോക്കാൻ വേണ്ടി കഴിയും. ഇവിടെ നമുക്ക് ബുള്ളിഷ് എൻട്രി, ഒരു ബുള്ളിഷ്നെസ് കാണുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബുള്ളിഷ്നെസ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ യൂറോ USDയിൽ നമുക്കൊരു ബെയറിഷ് ട്രേഡ് കൺഫേം ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, മൺഡേ, ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ മാത്രം ഈ വീക്കിൽ ട്രേഡ്സ് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്രോച്ച്. NFP വീക്കിലെ ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്രോച്ച് ഇതാണ്. ഓക്കെ ഗൈസ്, സോ ഞാൻ ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സിക്യൂഷൻ വീഡിയോ ഞാൻ മാക്സിമം ക്യാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓറൽസ് ഞാൻ അതിനെ എന്തുകൊണ്ടാണ് ആ ഒരു ട്രേഡ് എടുത്തത്, അതിൻ്റെ റീസൺസ് എല്ലാം പറഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തു തരാം. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് കൂടി ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്തു തരാം. ഒരു 15 to 20 മിനിറ്റ്സ് ഉള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്തു തരാം. ഓക്കെ, സോ ആ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ആൻഡ് ഓൾസോ ലൈക്ക് ചെയ്യുക, ഷെയർ ഓൾസോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.